പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലെത്തി ഇവിടെ തന്റെ കരിയർ കേന്ദ്രീകരിച്ച ഗായകനാണ് അദ്നാൻ സാമി. 2016 അദ്ദേഹം ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. ആ തീരുമാനത്തെ തുടർന്ന് വിമർശനങ്ങൾ ഏറെ നേരിട്ടെങ്കിലും ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നുവെന്ന് പരസ്യമായി പറയാറുണ്ട് അദ്നാൻ. ഈ അടുത്തും പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ നടപടിയെ അദ്നാൻ പ്രശംസിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ വിടാനുള്ള തീരുമാനത്തെക്കുറിച്ച് കാര്യമായൊന്നും ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല അദ്നാൻ. എന്നാൽ ഇപ്പോഴിതാ ആ സുപ്രധാന തീരുമാനത്തിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഒരു തിരിച്ചടി നേരിട്ട സമയത്ത് തന്നെ പാക് ജനങ്ങൾ പിന്തുണച്ചില്ലെന്നും തന്റെ കരിയർ ഇല്ലാതാക്കാൻ രാജ്യം ഒന്നാകെ ശ്രമിച്ചെന്നുമാണ് അദ്നാന്റെ വെളിപ്പെടുത്തൽ. അമ്മയുടെ മരണസമയത്ത് പോലും വിസ നിഷേധിച്ച പാകിസ്ഥാൻ നടപടിയെ അപലപിക്കുന്നുണ്ട് അദ്നാൻ. ഇന്ത്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. അദ്നാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 1998 ഞാൻ ചെയ്ത ചില പാട്ടുകൾക്ക് പ്രമോഷൻ ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം ആ സമയം കൊണ്ട് എൻ്റെ കരിയർ അവസാനിച്ചു എന്നായിരുന്നു പലരുടെയും ധാരണ. എനിക്ക് വേണ്ടി മാർക്കറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ലെന്ന് കണ്ടിട്ടാകണം ആരും വന്നില്ല. ആ പാട്ടുകൾ ഇറങ്ങിയതും പോയതുമൊന്നും ആരും അറിഞ്ഞതുമില്ല. അവരത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാനഡയിലായിരുന്നു ഞാൻ ആ സമയം. വളരെ വിഷാദമുഖമായ അവസ്ഥയായിരുന്നു അത്. ഇനി പാകിസ്ഥാനിൽ എൻ്റെ പാട്ടുകൾ ഹിറ്റാകില്ല എന്ന് എനിക്ക് അതോടെ മനസ്സിലായി. അങ്ങനെയാണ് മറ്റൊരു രാജ്യത്തേക്ക് കരിയർ മാറ്റാമെന്ന ബുദ്ധി ഉദിക്കുന്നത്. ആശാ ഭോസ്ലെജിയുമായി ഞാൻ ഇക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു. ആശാജിക്കൊപ്പം ലണ്ടനിൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ലണ്ടൻ വരെ പോകുന്നത് എന്തിന് എന്ന് ചോദിച്ചു ആശാജി. മുംബൈയിലേക്ക് വരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഹിന്ദി മ്യൂസിക്കിന്റെ തലസ്ഥാനമാണ് മുംബൈ എന്നും അവിടെ ഹിറ്റാകുന്നത് എന്തും ലോകം മുഴുവൻ എത്തുമെന്നുമുള്ള ആശാജിയുടെ വാക്കുകളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇന്ത്യയിലെത്തിയ കാലത്ത് ഭോസ്ലെ കുടുംബം എനിക്ക് വേണ്ടി ചെയ്തതൊന്നും മറക്കാനാകില്ല. എനിക്ക് RD ബർമന്റെ വീട്ടിൽ താമസിക്കാൻ അവർ സൗകര്യമൊരുക്കി. അതെനിക്ക് ശരിക്കും സംഗീതത്തിന്റെ ഒരു ക്ഷേത്രം പോലെയായിരുന്നു. അവിടുന്ന് ഞാൻ വീണ്ടും തുടങ്ങി. പാകിസ്ഥാനിൽ ആരും ശ്രദ്ധിക്കാതിരുന്ന പാട്ടുകളൊക്കെ ഇന്ത്യയിൽ ഹിറ്റായി. എന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഇവിടുത്തെ ആളുകൾ. എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിന് മുകളിലായിരുന്നു ഇവിടെ ലഭിച്ച സ്വീകാര്യത. പാട്ടുകളെയും പാട്ടുകാരെയും ഇന്ത്യക്കാർ സ്വീകരിക്കുന്നത് പോലെ മറ്റൊരു രാജ്യക്കാരും സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംഗീതത്തോടുള്ള സമീപനം പോലെ അത്ര ബഹുമാനം മറ്റൊരു രാജ്യക്കാർക്കുമില്ല. പാകിസ്ഥാനിൽ പല ഗായകരും ഞാൻ നേരിട്ട അവസ്ഥ നേരിട്ടിട്ടുണ്ട്. എത്ര കഴിവുള്ള ഗായകരായിരുന്നു നുസ്രത് ഫത്തേ അലി ഖാനും മെഹദി ഹസനും ഒക്കെ. പക്ഷേ വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല. സംഗീതാസ്വാദകർ അവരെ വേണ്ട വിധം ആദരിച്ചിട്ടുണ്ട്. പക്ഷെ അധികാരികൾ യാതൊരു വിലയും കൽപ്പിച്ചില്ല. ഒരു അംഗീകാരവും നൽകിയില്ല. ചില പേരുകൾ മാത്രമാണിത്. കലാരംഗത്തെ എത്രയെത്ര മഹത് വ്യക്തികളെ പാകിസ്ഥാൻ തഴഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് എന്നെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. ഒരിക്കലും പണമായിരുന്നില്ല ആ നീക്കത്തിന് പിന്നിൽ. കോടികൾ പാകിസ്ഥാനിൽ ഉപേക്ഷിച്ചാണ് ഞാൻ ഇന്ത്യയിലെത്തിയത്. ഇവിടെ എത്തിയെല്ലാം ഒന്നേ എന്ന് തുടങ്ങേണ്ടിയും വന്നു. പാകിസ്ഥാൻ പൗരനായതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും തുടക്കത്തിൽ നേരിട്ടിരുന്നു. പക്ഷെ ഒരു തുടക്കക്കാരന് വേണ്ടതെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ എനിക്ക് നൽകി. ഒരു കലാകാരന്റെ വളർച്ചയ്ക്ക് വേണ്ടത് അവന്റെ സദസ്സിന്റെ പിന്തുണയാണല്ലോ. ഇന്ത്യ അതെനിക്ക് വേണ്ടുവോളം തന്നു. തന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന്റെ സങ്കടവും ഇന്റർവ്യൂവിൽ അദ്നാൻ പങ്കുവെക്കുന്നുണ്ട്. അതിർത്തി കടക്കാൻ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിലും പാകിസ്ഥാൻ വിസ നിഷേധിച്ചു. സംസ്കാര ചടങ്ങുകൾ മുഴുവൻ വാട്സപ്പ് വീഡിയോ കോളിൽ കണ്ടതിന്റെ ദുഃഖവും വെളിപ്പെടുത്തുന്നുണ്ട് അദ്നാൻ. കബി തോ നസർ മിലാവോ, തേരാ ചഹര എന്നീ ഗാനങ്ങളിലൂടെയാണ് അദ്നാൻ സാമി ഇന്ത്യയിൽ ഹിറ്റാകുന്നത്. 2015 ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിച്ച അദ്നാന് 2016 പൗരത്വം ലഭിച്ചത്.